ചേർന്നിട്ട് ഒരാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് തെരഞ്ഞെടുത്ത് ഉംറയ്ക്ക് വിടണം. ആ 85 പേരും ഒരാൾ 1000 രൂപ വെച്ച് 85 പേര് തരികയാണെങ്കിൽ ഒരാൾ നമുക്ക് ഫ്രീ ആയിട്ട് ഉംറയ്ക്ക് വിടാമല്ലോ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിവും ബുദ്ധിയും വിവരവുമുള്ള ആൾക്കാർ തന്നെ ഇങ്ങനെ തുടങ്ങിയാൽ എന്തായിരിക്കും ഈ നാടിൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കുകയാണ്. ഈ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വീഡിയോ വളരെ സങ്കടവും അതുപോലെ തന്നെ അതിലുപരി ദേഷ്യവും തോന്നിയ ഒരു വീഡിയോ ആണ്. ഒരു ഉസ്താദ് പങ്കുവെച്ച ഒരു വീഡിയോ ആണ്. അതിൽ നമ്മൾ ലോട്ടറി കച്ചവടം എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അത് നമുക്ക് ഹറാമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉംറക്ക് 1000 രൂപയ്ക്ക് ഒരാളെ ഉംറക്ക് കൊണ്ടുപോകാമെന്ന് കേട്ടാൽ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരാണ് ഏറ്റവും കൂടുതൽ ഈ അംഗങ്ങളായിട്ടുള്ളത് എന്നുള്ളതാണ്. 1000 രൂപക്ക് ഒന്ന് മക്കത്ത് പോകാം, അല്ലെങ്കിൽ ഒന്ന് മദീനത്ത് പോയി റളാ ഷരീഫ് ഒന്ന് സന്ദർശിക്കാം എന്നൊക്കെ ഒരു അവസരം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ചാടി വീകാൻ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ റെഡിയായിരിക്കുകയാണ് എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇത്തരം തട്ടിപ്പുകൾ നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് മുതൽക്കൂട്ടാവുന്നതും. അതിന് നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു തെറ്റ്. കാരണം ഇത്തരം കാര്യങ്ങൾ ഇസ്ലാമിൽ അനുവദനീയമാണോ? ഇത് ലോട്ടറി എന്ന് പറയുന്ന അല്ലെങ്കിൽ ചൂതാട്ടം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അല്ലേ എന്നൊക്കെ ഒരു സംശയം തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് തീർച്ചയായിട്ടും അവകാശമുണ്ട്. അങ്ങനെ ചോദിക്കാനും അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ അതിനൊരു ഉത്തരം നമുക്ക് കിട്ടേണ്ടതായിട്ടുമുണ്ട്. എന്താണ് ഈ പ്രശ്നത്തിന് ആധാരം, എന്താണ് ഇതിലെ മതവിധി എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാൻ. ആദ്യമായിട്ട് നമുക്ക് ഈ വിവാദ വീഡിയോയിൽ എന്താണ് ഉസ്താദ് പറയുന്നത് എന്ന് നമുക്ക് ആദ്യമായിട്ടൊന്ന് കേൾക്കാം. സെപ്റ്റംബർ മാസം 14-ാം തീയതി ഉംറയ്ക്ക് വന്നത്, അതിന് മുമ്പായിട്ട് കുറഞ്ഞത് ഒരു 10,000 സ്വലാത്ത് ചൊല്ലി തീർക്കാം. ആ ചൊല്ലി തീർക്കുന്ന ആൾക്കാർക്ക് പോകാൻ പറ്റുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, ജില്ല ഞാൻ തരുന്ന മൊബൈൽ നമ്പറിലേക്ക് ഇന്ന് തന്നെ വിളിച്ചു പറയാം. ആ വിളിച്ചു പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ സംരംഭത്തിൽ ഒരു 1000 രൂപ നിയത്താക്കി അയക്കാം. കാരണം അത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ ഒരാൾ കാരണം ഒരാൾ ഉംറയ്ക്ക് പോകട്ടെ എന്നുള്ളൊരു നിയത്തിലാണ്. ഞാൻ പറഞ്ഞത് 85 പേര് ചേർന്നിട്ട് ഒരാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് തെരഞ്ഞെടുത്ത് ഉംറയ്ക്ക് വിടണം. ആ 85 പേരും ഒരാൾ 1000 രൂപ വെച്ച് 85 പേര് തരികയാണെങ്കിൽ ഒരാൾ നമുക്ക് ഫ്രീ ആയിട്ട് ഉംറയ്ക്ക് വിടാമല്ലോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അൽഹംദുലില്ലാഹ് ഇപ്പൊ അത് 85 കൂടുതൽ ആൾക്കാരായിട്ടുണ്ട്. ഈ 85 ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത് എന്നുള്ളതാണ്. ഈ 85 ആൾക്കാരും ഈ സംരംഭത്തിലേക്ക് 1000 രൂപ വെച്ചിട്ട് സംഭാവന നൽകണം. ആ 85 ആൾക്കാരിൽ നിന്ന് ഒരാളെ നറുക്കെടുപ്പിലൂടെ കണ്ടെത്തുകയാണ്. ഈ 85 ആൾക്കാരിൽ നിന്ന് അർഹനായ ഒരാളെ കണ്ടെത്തുകയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് മനസ്സിലാക്കാം. ഇതങ്ങനെയല്ല, നറുക്കെടുക്കുകയാണ്. നമ്മൾ ലോട്ടറി ഒക്കെ എങ്ങനെയാണോ നറുക്കെടുക്കുന്നത് അതുപോലെ 85 ആൾക്കാരെ പേരും എഴുതിയിട്ട് ഒരു ബക്കറ്റുള്ളതിന് ശേഷം അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യുന്നു. അതിലെ ഭാഗ്യശാലിയെയാണ് കൊണ്ടുപോകുന്നത്. ഇനി അത് പോട്ടെ, അതിൽ നിന്നും ആ ഭാഗ്യശാലി ആരാണെന്ന് പബ്ലിക്കായിട്ട് സ്റ്റേജിൽ വെച്ചിട്ട് ഉസ്താദ് അനൗൺസ്മെൻറ്റ് ചെയ്യുകയാണ്. ഉസ്താദ് പറയുന്ന മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ 1000 രൂപ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുക. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാളെ ഉംറക്ക് കൊണ്ടുപോവുക എന്നാണ് ഉസ്താദ് പറയുന്നത്. എന്താണ് ഈ ലോകം ഇങ്ങനെയാണ്. കാരണം എന്തിൽ ഡിസ്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാലും, അതിനിപ്പോൾ ഉംറ ആയാലും ഹജ്ജ് ആയാലും അതുപോലെ തന്നെ വസ്ത്രങ്ങളായാലും ഇനി ഭക്ഷണങ്ങളായാലും, ഈ ഓഫർ എന്ന് പറയുന്ന സാധനം എവിടെ കേട്ടാലും ആൾക്കാർ ഓടിക്കൂടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യത്തിൽ നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോനെ താഴെ വന്ന് ആൾക്കാർ പൊങ്കാലയിടുമെന്ന് നമുക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ആധികാരികമായി ഇതിൻ്റെ മതവിധിയെക്കുറിച്ച് ഒന്ന് ത്വര്യപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ അൻസാരി സുഹരി ഉസ്താദിന് മെസ്സേജ് അയച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് എന്താണ് ഇതിനൊരു അടിസ്ഥാനം, ഇത് ശരിയാണോ തെറ്റാണോ എന്നതിനെക്കുറിച്ച് ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പങ്കുവെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. ഇത്തരം ആളുകളുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഞാൻ ആയുധം താഴെ വെച്ചതാണ്. ഇതിൽ നിങ്ങൾ കണ്ട വ്യക്തി എനിക്ക് പരിചയമുള്ളതാണ്, എൻ്റെ സൗഹൃദ വലയത്തിലുള്ള ആളാണ്, സാധുവാണ്. പക്ഷെ നമ്മളിത് പറയേണ്ടി വരുന്ന സാഹചര്യം, ഒരു വ്യക്തിയുടെ വൈകല്യം അദ്ദേഹത്തിൽ മാത്രം അധിഷ്ഠിതമായി നിന്നാൽ പ്രശ്നമില്ല. പക്ഷേ അതൊരു ഉമ്മത്തിൻ്റെ മൊത്തത്തിലുള്ള വൈകല്യമാകുകയും വലിയ ഒരു ചൂഷണത്തിന് സമൂഹം വിധേയപ്പെടുമ്പം സാധുക്കളായ ഒരു മുത്തഅല്ലിം എന്നുള്ള നിലക്ക്, നിങ്ങളെ നിരന്തരമായി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലക്ക് ഒരു കടപ്പാട് വീടുക എന്ന നിലക്ക് ഇത് പറയുകയാണ്. 85,000 രൂപക്ക് ഉംറക്ക് കൊണ്ടുപോകും. 85 പേര് 1000 രൂപ വെച്ച് അയക്കണം. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാളെയാണ് ഉംറക്ക് കൊണ്ടുപോകുന്നത്. ആ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് ഉംറ ചെയ്യാം. ബാക്കി 84 പേരും നിരാശരാണ്. ഇത് ലോട്ടറി അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഉലകത്തിൽ വേറെ ഏതാണ് ലോട്ടറി? നിങ്ങളും ചിന്തിച്ചു നോക്ക്. നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇത് ലോട്ടറി അല്ലെങ്കിൽ പിന്നെ ഏതാ ലോട്ടറി? 85,000 രൂപക്ക് ഉംറ, അതിന് സൗജന്യ ഉംറ എന്നാണ് പറയുന്നത്. ഇതിൽ വിജയിയാകുന്ന സ്ത്രീ, ആ സ്ത്രീ 1000 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സൗജന്യമല്ല, അതൊരു വിഷയമേ അല്ല. പോട്ടെ, അത് പോട്ടെ. 85 പേര് 1000 രൂപ വെച്ച് അയക്കണം. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രം ഉംറ ചെയ്യാം. ബാക്കി 84 പേര് നിരാശരാണ്.
എന്താണ് ഇതിൻ്റെ ഇസ്ലാമിക മാനം? ഞാൻ പറയുന്ന എൻ്റെ ഉമ്മമാരങ്ങ് വിട്. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താ? അള്ളാഹുവിൻ്റെ തൃപ്തിയും ഈമാനോടുകൂടിയുള്ള ജീവിതവും ഈമാനോടുകൂടിയുള്ള മരണവും. നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ദുർബലരാണ്. നിങ്ങളോട് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഇതൊക്കെ ചൂഷണമാണ് ഉമ്മമാരെ. അപ്പോൾ ഉസ്താദ് പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. ഉമ്മമാരും പെങ്ങന്മാരുമാണ് കൂടുതലായിട്ടും ഇത്തരം ചതികളിൽ അകപ്പെടുന്നത് എന്നുള്ളതാണ്. ഇത് ഒരു തരത്തിൽ ഇതൊരു ലോട്ടറി തന്നെയാണ്. എങ്ങനെയാണ് ഇത് ശരിയാവുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ മതത്തിൽ കഴിവുള്ളവന് മാത്രമേ ഹജ്ജും ഉംറയും നമ്മുടെ മതം നിർബന്ധമാക്കിയിട്ടുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പിന്നെ എന്തിനാണ് ഇത്തരം ഓഫറിൻ്റെ പിന്നാലെ നമ്മൾ പായുന്നത് എന്ന് നമ്മളെങ്കിലും ഒരിക്കലെങ്കിലും നമ്മൾ അകമിരുത്തി ഒന്ന് ചിന്തിക്കണം. പിന്നെ സലാത്തും ദിക്റും എല്ലാം ഉസ്താദ് വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുകയാണ്. നമ്മളോട് കഴിഞ്ഞ കാലത്തിലേക്ക് തിരിഞ്ഞു നടക്കാൻ വേണ്ടിയിട്ടാണ് ഉസ്താദ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇത് പുത്തൻ കാലത്തിൻ്റെ രീതികളാണ്. ഇത്തരം കാലങ്ങളിലാണ് ഓഫറുകളും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഉംറ പാക്കേജുകളും എല്ലാം തന്നെ ഇപ്പോൾ സുലഭമായിട്ട് ഒരു ഗ്രൂപ്പുകളല്ല. നമ്മളവരെ കുറ്റപ്പെടുത്തുകയൊന്നുമല്ല, പക്ഷേ നമ്മുടെ അഭിപ്രായം ഇത് രേഖപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ കണ്ടതിന് ശേഷം ഞങ്ങൾ പറയുന്നത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. കാരണം ഇത്തരം കാര്യങ്ങളിൽ വീണു പോകുന്ന പാവപ്പെട്ട ജനത, ഒന്നാമത് അത്, രണ്ടാമത്തെ ഒരു കാരണം മറ്റൊരു സമൂഹത്തിന് കൊത്തിപ്പറിക്കാൻ വേണ്ടിയിട്ട് ചില ആശയങ്ങൾ നമ്മളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഈ 85 ആൾക്കാരോടും സഹായിക്കണം, അവിടെ പാവപ്പെട്ട ഒരാളെ നമുക്ക് ഉംറയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ അർഹനായ ഒരാളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഉംറയ്ക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതങ്ങനെയല്ല, ഇത് പക്ക ലോട്ടറി തന്നെയാണ്. 85 ആൾക്കാരെ പേരിടുന്നതിൽ പാവപ്പെട്ടവനുണ്ടാവാം, പൈസക്കാരുണ്ടാവാം. അതിൽ ആർക്കാണോ നറുക്ക് കിട്ടുന്നത് അവർക്ക് ഉംറയ്ക്ക് പോകാൻ ഒരു ഭാഗ്യം. അപ്പോൾ ഒരു ഭാഗ്യപരീക്ഷണമാണ്. ഈ ഭാഗ്യപരീക്ഷണം തന്നെ ഇസ്ലാമിൽ ഹറാമായ ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ പരിധിയിൽ ഇതും പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ മതവിധി എന്ന് നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ വിവരമുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ വേണ്ടി മറക്കണ്ട. കാരണം ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ ആധുനിക കാലത്ത് ഒരുപാട് തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നത് പോലെ തന്നെയാണ്. ഇത് 85 എന്ന് പറഞ്ഞ് 85 എന്നൊരു കൗണ്ടിൽ നിൽക്കുന്നില്ല. ഉസ്താദ് തന്നെ പറയുന്നുണ്ട്, ഇപ്പോൾ തന്നെ 85ൻ്റെ മുകളിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി ചിലപ്പോൾ അത് 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം ഒക്കെ കടക്കാം. അപ്പോൾ ഒരു ഉംറയ്ക്ക് വരുന്ന ചിലവ് എത്രയാണ് എന്ന് തീർച്ചയായിട്ടും അതിന് പോയ ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ 1, 2, 3 ലക്ഷം ആൾക്കാർ അയച്ചു കഴിഞ്ഞാലും അതിൽ നിന്ന് അവർ ഒരാളെ മാത്രമേ ഉംറയ്ക്ക് കൊണ്ടുപോവുകയുള്ളൂ. അത് തന്നെയാണ് ഈ ബിസിനസ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഇത്തരം പരിപാടികൾ തീർച്ചയായിട്ടും നിങ്ങൾ ബഹിഷ്കരിക്കുക തന്നെ വേണമെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്താണ് അറിയിക്കാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നിങ്ങളുടെ സ്ത്രീയുടെ പേരും നമ്പരും വിളിച്ചു പറയുന്നു. എത്ര ആളുകൾ കാണുകയാണ്. ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല. ഞാനായിട്ട് കാണിക്കുന്നത്